നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ അഹോബിലം യാത്രയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഹോബില യാത്രയുടെ പാർട്ട് 1 വീഡിയോ കണ്ടു കാണുമെന്ന് കരുതുന്നു. പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കാണാത്തവർ ആ വീഡിയോ കൂടി കാണുക. അഹോബിലത്തെ കുറിച്ചും ഭഗവാന്റെ 9 ക്ഷേത്രങ്ങളെ കുറിച്ചുമൊക്കെയുള്ള വിശദമായ മാപ്പ് ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഏതോ ഒരു ഗ്രാമത്തിലൂടെയായിരുന്നു കുറച്ചു ദൂരം യാത്ര ചെയ്തിരുന്നത്. സ്ഥിതി ചെയ്യുന്ന നവനരസിംഹ ക്ഷേത്രങ്ങളും പോയി ദർശിക്കാൻ സാധിക്കാത്തവർക്ക് ഇവിടെ വന്ന് വളരെ മനോഹരമായ ശില്പങ്ങളായി കൊത്തിവെച്ചിട്ടുണ്ട്. ദർശന വേളയിലാണ് നരസിംഹ പഞ്ചാമൃത സ്തോത്രം ചിട്ടപ്പെടുത്തിയതെന്നുള്ളത്. വിദേശ ആക്രമണങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ സംരക്ഷിക്കാനായി വിഗ്രഹങ്ങളുമായി ക്ഷേത്രത്തിനകത്തുള്ള ഒരു ഗുഹയിലേക്ക് ഇറങ്ങിപ്പോയ പുറം ലോകത്തിന്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ലാതെ കാടിന്റെ ശബ്ദം മാത്രം ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക്. മുന്നോട്ടുള്ള യാത്ര അത്ര എളുപ്പമുള്ളതല്ല എന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് യാത്ര പുറപ്പെട്ടത്. എങ്കിലും കേട്ടറിഞ്ഞ പുരാണ കഥകളെല്ലാം അരങ്ങേറിയ പ്രദേശമാണിതെന്ന ചിന്തയും ഭഗവാനിൽ സമർപ്പിച്ച വിശ്വാസവും മനസ്സിനും ശരീരത്തിനും ഒരു പ്രത്യേക ഊർജം നൽകി. അടുത്തതായി ജ്വാല നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്ന വഴിയിൽ 100 കാൽ മണ്ഡപം കാണാം. കാലക്ഷേപ മണ്ഡപം എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. അഹോബില മഠത്തിലെ ആദിത്യ ജീയരായ, അതായത് മഠാധിപതിയായ ശ്രീ ആദിവ സടഗോപ യതീന്ദ്ര മഹാദേശികന് നരസിംഹസ്വാമി നേരിൽ വന്ന് സന്യാസ ദീക്ഷ നൽകിയത് ഇവിടെ വെച്ചെന്നാണ് വിശ്വസിക്കുന്നത്. അന്നമാചാര്യ സ്വാമികൾ ഭഗവാനെ പ്രകീർത്തിച്ച് ധാരാളം കീർത്തനങ്ങളും ഈ മണ്ഡപത്തിൽ നിന്ന് രചിച്ചിട്ടുള്ളതായും പറയുന്നു. അഹോബില നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ജ്വാല നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്ക് 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. പ്രത്യേകിച്ചൊരു നടപ്പാതയൊന്നും ഇവിടെ ഇല്ല. 2 സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഇടയിൽ ഇരുമ്പ് പാലങ്ങളും പടികളും നിർമ്മിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ചില സ്ഥലങ്ങളിൽ സിമന്റ് പടികളും കാണാം. വഴികളെല്ലാം ഏകദേശം ഒരുപോലെയായി ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഒരു ഗൈഡിനെ കൂടെ കൂട്ടുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ഞങ്ങൾക്കൊപ്പമുള്ള ഗൈഡിന്റെ പേര് ശിവനായക് എന്നാണ്. ആന്ധ്ര സ്വദേശിയായ ഇദ്ദേഹം തമിഴ് ഒരുവിധം നന്നായി സംസാരിക്കുമെങ്കിലും തെലുങ്കും ഹിന്ദിയും വളരെ നന്നായി സംസാരിക്കും. അദ്ദേഹത്തിന്റെ പേരും നമ്പരും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 1500 രൂപ മുതൽ 2500 രൂപ വരെയാണ് സാധാരണ ഗൈഡുകൾ ചാർജ് ചെയ്യാറുള്ളത്. അഹോബില യാത്ര സാധ്യമാക്കി തന്ന സാക്ഷാൽ നാരായണന് ഭക്തിപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും യാത്ര തുടർന്നു. ഈ കാണുന്ന വനപ്രദേശം ഒരിക്കൽ ഹിരണ്യകശിപുവിന്റെ കൊട്ടാരമായിരുന്നുവെന്നും പിന്നീട് കാലാന്തരത്തിൽ ഇവിടം ഒരു നിബിഡ വനമായി മാറുകയും ചെയ്തുവെന്നാണ് സ്ഥല പുരാണങ്ങൾ പറയുന്നത്. ആ വിശ്വാസം ശരിവെക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പാറയുടെ ഘടനയും. സാധാരണ കരിങ്കൽ പാറകളിൽ നിന്നും വ്യത്യസ്തമായി ചെത്തിമിനുക്കിയ ചുവരിൽ നിന്നും അടർന്നുപോയ ഭാഗങ്ങൾ പോലെയാണ് ചില മലകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പാറയിടുക്കുകളും പടികളും ഒക്കെ കടന്ന് മുന്നോട്ടുള്ള യാത്ര കുറച്ച് കഠിനം തന്നെയായിരുന്നു. മനസ്സിന്റെയും ശരീരത്തിന്റെയും ശക്തി എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിക്കുന്ന ഒരു യാത്രയാണിതെന്ന് പറയാം.
ജ്വാലാ നരസിംഹ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ആദ്യമായി നമുക്ക് ഉഗ്രസ്തംഭത്തെ കാണാൻ സാധിക്കും. ആ കാണുന്ന സ്തംഭത്തിൽ നിന്നാണ് മഹാവിഷ്ണു ഉഗ്രരൂപം പൂണ്ട നരസിംഹമായി ഭൂമിയിൽ അവതരിച്ചത്. മഹാവിഷ്ണു നരസിംഹാവതാരം എടുക്കാനുണ്ടായ കഥ ചുരുക്കത്തിൽ പറയാം. നരസിംഹാവതാരത്തിന്റെ വിശദമായ വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഹിരണ്യകശിപു എന്ന അസുര രാജാവിന്റെ മകനായിരുന്നു പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ ഒരു തികഞ്ഞ വിഷ്ണു ഭക്തനായിരുന്നു. എന്നാൽ ഹിരണ്യകശിപു മഹാവിഷ്ണുവിനെ ശത്രുവായി കാണുകയും പ്രഹ്ലാദനെ വിഷ്ണു ഭക്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പ്രഹ്ലാദന്റെ ഭക്തിയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ഇതിൽ കോപിഷ്ഠനായ ഹിരണ്യകശിപു ഒരു ദിവസം പ്രഹ്ലാദനെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന്, നീ ആരാധിക്കുന്ന നിന്റെ വിഷ്ണു ഇവിടെ എവിടെയാണുള്ളതെന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. ഞാൻ ആരാധിക്കുന്ന എന്റെ ഭഗവാൻ തൂണിലും തുരുമ്പിലും നിന്നിലും എന്നിലുമുണ്ടെന്ന് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു. എങ്കിൽ ഈ തൂണിലുള്ള നിന്റെ ഭഗവാനെ കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹിരണ്യകശിപു കൊട്ടാരത്തിന്റെ ഒരു തൂണിലേക്ക് ആഞ്ഞടിച്ചു. ഉടൻ തന്നെ അത്യുഗ്രമായ രൂപത്തിൽ മനുഷ്യ ശരീരവും സിംഹത്തിന്റെ തലയോടും കൂടി ഭയാനകരമായ ഗർജനത്തോടെ നരസിംഹം തൂണിൽ നിന്നും പുറത്തേക്ക് വന്നു. ബ്രഹ്മാവ് ഹിരണ്യന് നൽകിയ വരത്തിന് തെല്ലും മാറ്റം വരുത്താതെ ആകാശത്തോ ഭൂമിയിലോ അല്ലാതെ ഭഗവാന്റെ തിരുമടിത്തട്ടിൽ വെച്ച്, കൊട്ടാരത്തിന് പുറത്തോ അകത്തോ അല്ലാതെ വാതിൽപ്പടിയിൽ വെച്ച്, പകലോ രാത്രിയോ അല്ലാതെ സന്ധ്യാനേരത്ത് മനുഷ്യനോ മൃഗമോ അല്ലാത്ത നരസിംഹം ഹിരണ്യകശിപുവിനെ വധിച്ചു. അങ്ങനെ പ്രഹ്ലാദനെ രക്ഷിക്കുന്നതിനായി തൂണ് പിളർന്ന് പുറത്തേക്ക് വന്നു. ആ തൂണാണ് ഉഗ്രസ്തംഭം എന്നറിയപ്പെടുന്നത്. കഥകളിൽ മാത്രം പറഞ്ഞു കേട്ടിട്ടുള്ള ഉഗ്രസ്തംഭം നേരിട്ട് കണ്ടപ്പോഴുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനായില്ല. ഇവിടെ നിന്നും 650 പടികൾ കയറി വേണം ജ്വാലാ നരസിംഹസ്വാമിക്ക് മുന്നിലെത്തേണ്ടത്. പാറകൾക്കിടയിലൂടെയുള്ള നടത്തം നമുക്ക് ആസ്വദിച്ച് നടക്കാം. കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രം. എന്നാൽ പടികൾ കയറുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുമ്പോൾ കുറച്ചു നേരം ഇരുന്നിട്ട് മുകളിലേക്ക് കയറാം. നാരായണ നാമം ഉച്ചരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുകയല്ലാതെ മറ്റൊരു മാർഗവും നമുക്ക് മുന്നിലില്ല. ഓം നമോ നാരായണായ, 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 ഓം നമോ നാരായണായ. പ്രായമായവർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇവിടേക്ക് വരാൻ ഡോലി സർവീസ് പ്രയോജനപ്പെടുത്താം. നവനരസിംഹ ക്ഷേത്രങ്ങളിൽ ആദ്യത്തെ ക്ഷേത്രമാണ് ജ്വാലാ നരസിംഹ ക്ഷേത്രം. ഹിരണ്യകശിപുവിനെ മടിയിൽ കിടത്തി ശരീരം പിളർക്കുന്നത് പോലെയാണ് ഇവിടെ ഭഗവാനെ ദർശിക്കാനാവുന്നത്. കുറച്ചു മുൻപ് വീഡിയോയിൽ കാണിച്ച ഉഗ്രസ്തംഭത്തിൽ നിന്നും പുറത്തേക്ക് വന്ന നരസിംഹം ഈ സ്ഥലത്ത് വെച്ചാണ് ഹിരണ്യകശിപുവിനെ വധിച്ചതെന്നാണ് വിശ്വാസം. ക്ഷേത്രം നിൽക്കുന്ന ഈ ഭാഗം ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിന്റെ വാതിൽപ്പടിയായിരുന്നു എന്നാണ് കരുതുന്നത്. തീവ്രമായ ഊർജത്തിന്റെ പ്രതീകമാണ് ജ്വാലാ നരസിംഹം. 8 കൈകളോടുകൂടി അത്യുഗ്രമായ കോപത്തോടെയാണ് ഇവിടെ ഭഗവാനെ ദർശിക്കാനാകുന്നത്. നവഗ്രഹങ്ങളിൽ ചൊവ്വാഗ്രഹത്തിന് പ്രാധാന്യമുള്ള ഈ ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ചൊവ്വാഗ്രഹ ദോഷങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ജ്വാലാ നരസിംഹസ്വാമി ക്ഷേത്രത്തിന് പുറത്ത് ഒരു സ്ത്രീ പാനകം നൽകുന്നുണ്ടായിരുന്നു. ശർക്കര വെള്ളത്തിൽ ചുക്കും കുരുമുളകും നാരങ്ങാനീരും ചേർത്ത് നൽകുന്ന ഈ പാനീയം ഭഗവാന് സമർപ്പിക്കുന്ന നൈവേദ്യങ്ങളിൽ ഒന്നാണ്. മലമുകളിൽ നിന്ന് വരുന്ന ഉറവയിലെ വെള്ളമാണ് പാനകം തയ്യാറാക്കാൻ ഉപയോഗിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ക്ഷീണിച്ച് മുകളിലേക്ക് വരുന്ന ഭക്തർക്ക് ഈ പാനകം ലഭിക്കുന്നത് ഒരു വലിയ ആശ്വാസമായിരുന്നു. ജ്വാലാ നരസിംഹസ്വാമി ക്ഷേത്രത്തിന് കുറച്ചു മുൻപായി ഭവനാശിനി തീർത്ഥം മലമുകളിൽ നിന്നും വരുന്നത് കാണാം. ഈ തീർത്ഥത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്ന് കൃത്യമായി അറിയില്ല. വേനൽക്കാലം ആയതിനാൽ മുകളിൽ നിന്നും വരുന്ന വെള്ളത്തിന്റെ അളവ് വളരെ കുറവായിരുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇവിടെ നല്ല രീതിയിൽ വെള്ളം താഴേക്ക് വരും. നമ്മുടെ ജീവിതത്തിലെ സകല പാപങ്ങളും നശിപ്പിക്കുന്ന തീർത്ഥമാണ് ഭവനാശിനി തീർത്ഥം എന്നാണ് വിശ്വാസം. ഹിരണ്യകശിപുവിനെ വധിച്ച് ഉഗ്രരൂപത്തിൽ നിന്ന് നരസിംഹത്തെ ശാന്തമാക്കാൻ വേണ്ടി ദേവന്മാർ ഉദ്ഭവമാക്കിയതാണ് ഈ തീർത്ഥമെന്നും ഈ തീർത്ഥത്തിൽ നനഞ്ഞതോടെ ഭഗവാന്റെ കോപം കുറച്ച് ശാന്തമായതായും പറയപ്പെടുന്നുണ്ട്. ജ്വാലാ നരസിംഹ ക്ഷേത്രം ഉൾപ്പെടുന്ന ഈ സ്ഥലം വേദാദ്രി മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2800 അടി ഉയരത്തിലാണിത്. ജ്വാലാ നരസിംഹ ക്ഷേത്രത്തിനും ഭവനാശിനി തീർത്ഥത്തിനും ഇടയിലായാണ് രക്തകുണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം നരസിംഹ ഭഗവാൻ രക്തം പുരണ്ട കൈകൾ കഴുകിയ സ്ഥലമാണ് രക്തകുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്.
ഇവിടെ വെള്ളം സാധാരണ നിലയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. എന്നാൽ ചുറ്റുമുള്ള പാറകളിൽ അങ്ങിങ്ങായി ചുവന്ന നിറം രക്തക്കറ പോലെ കാണപ്പെടുന്നുണ്ട്. വീഡിയോയിൽ ഇത് എത്രത്തോളം വ്യക്തമാകുമെന്നറിയില്ല. എന്നാൽ നേരിട്ട് കാണുമ്പോൾ പാറകളിൽ പലയിടത്തായി ചുവപ്പ് നിറം നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതി ഒരുക്കുന്ന അതിശയങ്ങളിൽ ഒന്നു തന്നെയാണിതെന്ന് കരുതാം. ഈ സ്ഥലം മാത്രം വേലി പോലെ കെട്ടിയടച്ചിട്ടുണ്ട്. അവിടെ നിന്നും തീർത്ഥജലം ഭക്തർക്ക് നൽകും. നല്ല തണുത്ത രുചികരമായ വെള്ളമാണിത്. ക്ഷീണിച്ചു വരുന്ന ഭക്തർക്ക് പാനകവും ഈ വെള്ളവും വളരെ ആശ്വാസം നൽകും. രക്തകുണ്ടിന് സമീപം മറ്റൊരു ചെറിയ വെള്ളക്കെട്ടുണ്ട്. ഇത് തുറന്നു തന്നെ ഇരിക്കും. കുരങ്ങുകളും മറ്റ് ജീവികളുമൊക്കെ ഈ ഉറവയിൽ നിന്നും വെള്ളം കുടിക്കാൻ എത്താറുണ്ട്. ജ്വാലാ നരസിംഹ ക്ഷേത്രത്തിനും ഭവനാശിനി തീർത്ഥത്തിനും മധ്യഭാഗത്തു നിന്ന് നോക്കിയാൽ എതിർവശത്ത് കാണുന്ന മലയാണ് ഗരുഡാദ്രി. മഹാവിഷ്ണുവിനെ ഗരുഡൻ തപസ് ചെയ്ത മലയാണ് ഗരുഡാദ്രി എന്നാണ് വിശ്വാസം. മല ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു പക്ഷി 2 ചിറകുകളും വിരിച്ചു നിൽക്കുന്നത് പോലെ തോന്നും. ജ്വാലാ നരസിംഹ ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്റർ കുത്തനെയുള്ള മല കയറി ചെന്നാൽ ഉഗ്രസ്തംഭത്തിലെത്താം. വളരെ കഠിനവും അതേസമയം വളരെ ശ്രദ്ധയോടെയും വേണം ഉഗ്രസ്തംഭത്തിലേക്ക് പോകേണ്ടത്. ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിലെ തൂണായി കരുതുന്ന ഈ സ്തംഭത്തിൽ നിന്നാണ് നരസിംഹാവതാരം ഭൂമിയിലേക്ക് വന്നതെന്നാണ് വിശ്വാസം. കുത്തനെയുള്ള കയറ്റം കയറുന്നതിന് ചില സ്ഥലത്ത് കയറുകൾ കെട്ടിയിട്ടുണ്ടാവും. ഇതിൽ പിടിച്ച് മുകളിലേക്ക് കയറാം. ഒരുപാട് പേർ ഉഗ്രസ്തംഭത്തിലേക്ക് കയറുന്നുണ്ട്. ഭയങ്കരമായ വെയിലും യാത്രാക്ഷീണവും റിസ്ക്കും കണക്കിലെടുത്ത് ഞങ്ങൾ ഉഗ്രസ്തംഭത്തിലേക്ക് കയറിയില്ല. ഞങ്ങളുടെ ഗൈഡും ഉഗ്രസ്തംഭത്തിൽ പോയി വന്ന സുഹൃത്തുക്കളും ഷെയർ ചെയ്തു തന്ന വിഷ്വൽസ് ആണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഉഗ്രസ്തംഭം നവനരസിംഹ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്നില്ല. ഏറ്റവും മുകളിലായി ഭഗവാന്റെ പാദങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ എന്നതിനാൽ ഓരോരുത്തരായി ഭഗവാന്റെ പാദങ്ങൾക്ക് പ്രദക്ഷിണം ചെയ്യാം. ഉഗ്രസ്തംഭത്തിലേക്ക് പോകുന്ന വഴിക്ക് മുന്നിൽ നിന്ന് ഭഗവാന്റെ തൃപ്പാദങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അടുത്ത ക്ഷേത്രത്തിലേക്ക് യാത്ര തുടർന്നു. ജ്വാലാ നരസിംഹസ്വാമി ദർശനത്തിന് ശേഷം അടുത്തതായി പോകുന്നത് നവനരസിംഹ ക്ഷേത്രങ്ങളിൽ 3ാമത്തെ ക്ഷേത്രമായ മാലോല നരസിംഹ ക്ഷേത്രത്തിലേക്കാണ്. ജ്വാലാ ക്ഷേത്രത്തിൽ നിന്നും മറ്റൊരു മലയിലേക്ക് നടന്നാണ് മാലോല ക്ഷേത്രത്തിലെത്തേണ്ടത്. ഏകദേശം 3/4 മണിക്കൂർ നേരം കയറ്റവും ഇറക്കവും പടികളുമൊക്കെയായി വളരെ ശ്രമകരമായ ഒരു യാത്രയാണിതെന്ന് പറയാം. നടന്നു പോകുമ്പോൾ ചില സ്ഥലങ്ങൾ ചരിഞ്ഞു കിടപ്പുണ്ടാവും. ഈ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു വേണം പോകേണ്ടത്. കുട്ടികൾ കൂടെയുണ്ടെങ്കിൽ അവർ എപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. കാരണം ചില സ്ഥലങ്ങളിൽ പടികൾ ഉണ്ടെങ്കിലും വശങ്ങൾ തുറന്നു കിടക്കുന്നത് കൊണ്ടും ചരിവുള്ളതുകൊണ്ടും പടികൾ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട്. മാലോല ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് ഹനുമാന്റെയും ദേവിയുടെയും ഒക്കെ ഫോട്ടോ വെച്ച് ഒരു ആരാധനാ സ്ഥലം കണ്ടു. അതിനടുത്തായി ഒരു ചെറിയ ഗുഹയും ഉണ്ടായിരുന്നു. കുറേയധികം പടികൾ കയറിയും ഇറങ്ങിയും നടന്നും ഒടുവിൽ മാലോല നരസിംഹ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. മാ എന്നാൽ ലക്ഷ്മി ദേവിയെയും ലോല എന്നാൽ പ്രിയപ്പെട്ടത് എന്നുമാണ് അർത്ഥം. ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട നരസിംഹമൂർത്തിയാണ് മാലോല നരസിംഹമൂർത്തി. ഇവിടെ ഭഗവാൻ ലക്ഷ്മി സമേതനായി ശാന്ത സ്വരൂപത്തിലാണ് ദർശനം നൽകുന്നത്. ശ്രീകോവിലിനുള്ളിൽ ലക്ഷ്മി നരസിംഹരുടെ പുരാതന വിഗ്രഹവും അതിനു താഴെയായി ലക്ഷ്മി നരസിംഹ പ്രതിഷ്ഠയും കാണാം. നവഗ്രഹങ്ങളിൽ ശുക്രന് പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണത്. മാലോല നരസിംഹ ക്ഷേത്രത്തിന് ഏകദേശം 1/2 കിലോമീറ്റർ അടുത്തായി പ്രഹ്ലാദന്റെ പാഠശാലയുണ്ട്. സമയക്കുറവ് കൊണ്ട് അവിടേക്ക് പോകാൻ സാധിച്ചില്ല. ഒരു ചെറിയ ഗുഹ പോലെയുള്ള ഇവിടെ പ്രഹ്ലാദന്റെ കൈയക്ഷരം കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു കേട്ടത്. ഇനി ഇവിടെ നിന്നും താഴേക്ക് പോകുന്ന പടികളിറങ്ങി വരാഹ നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. വരാഹ നരസിംഹ ക്ഷേത്രം ക്രോഡ നരസിംഹ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. നവനരസിംഹ ക്ഷേത്രങ്ങളിൽ 4ാമത്തെ ക്ഷേത്രമായ ഇവിടെ നവഗ്രഹങ്ങളിൽ രാഹുഗ്രഹത്തിന് പ്രാധാന്യമുള്ളതിനാൽ രാഹുദോഷങ്ങൾ മാറ്റുന്ന സ്ഥലം കൂടിയാണത്. ഇതും ഒരു ഗുഹാക്ഷേത്രമാണ്. ഇവിടെ ഭഗവാൻ വരാഹമുഖവും സിംഹത്തിന്റെ വാലും മനുഷ്യ ശരീരവുമായാണ് ദർശനം നൽകുന്നത്.
ഇവിടെ സ്വാമി വിഗ്രഹങ്ങൾ ഒരു വശത്തായിട്ടാണ് ഇരിക്കുന്നത്. ഭഗവാനെ ഇവിടെ വരാഹ നരസിംഹമെന്നും ക്രോഡാകാര നരസിംഹമെന്നും അറിയപ്പെടുന്നു. ഇവിടെ ഭഗവാൻ ലക്ഷ്മി സമേതനായാണ് ദർശനം നൽകുന്നത്. വരാഹ നരസിംഹസ്വാമി ക്ഷേത്രത്തിന് സമീപമായി രാമാനുജർ തപസ് ചെയ്ത ഒരു ചെറിയ ഗുഹ കാണാം. വരാഹ നരസിംഹസ്വാമി ദർശനം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും താഴേക്കിറങ്ങി അഹോബില നരസിംഹ ക്ഷേത്രത്തിന് സമീപം എത്തണം. അഹോബില ക്ഷേത്രത്തിനടുത്തായി ബ്രാഹ്മണ അന്നദാന നിലയമുണ്ട്. മുകളിലോട്ട് പോകുമ്പോൾ വടികൾ ലഭ്യമായ സ്ഥലത്തിന്റെ അടുത്തായി തന്നെ കല്യാണക്കട്ട എന്നറിയപ്പെടുന്ന മുടി മൊട്ടയടിക്കുന്ന സ്ഥലമുണ്ട്. ഈ കാണുന്ന മലയുടെ ഏറ്റവും മുകളിൽ ഓരോ സ്ഥലങ്ങളിലായാണ് ജ്വാലാ നരസിംഹ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. മലമുകളിലെ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് താഴെ എത്തുമ്പോൾ സമയം 12:30 അടുത്തിരുന്നു. ഇനി അടുത്തതായി പോകുന്ന ക്ഷേത്രം കാരഞ്ച നരസിംഹ ക്ഷേത്രമാണ്. നവ നരസിംഹ ക്ഷേത്രങ്ങളിൽ 5ാമത്തെ ക്ഷേത്രമാണിത്. ആഞ്ജനേശ്വരൻ ശ്രീരാമനെ ദർശിക്കണം എന്ന ആഗ്രഹത്തോടെ കാരഞ്ച മരത്തിനടിയിൽ തപസ് ചെയ്ത സ്ഥലമാണിത്. കാരഞ്ചം എന്നാൽ പുങ്കമരം എന്നാണ് തമിഴിൽ പറയുന്നത്. മലയാളത്തിൽ ഈ മരത്തിന്റെ പേര് പുങ്ക എന്ന് തന്നെയാണോ എന്നറിയില്ല. ആഞ്ജനേയൻ തപസ്സിരിക്കുമ്പോൾ നരസിംഹസ്വാമി ഹനുമാന് ദർശനം നൽകി. എന്നാൽ ശ്രീരാമനെ ദർശിക്കണമെന്ന ആഗ്രഹത്തോടെ ഇരുന്ന ഹനുമാൻ നരസിംഹത്തോട് എനിക്ക് ശ്രീരാമദേവനെയാണ് ദർശിക്കേണ്ടതെന്നും നരസിംഹ ദർശനം സ്വീകാര്യമല്ലെന്നും അറിയിച്ചു. എന്നാൽ ശ്രീരാമനും ഞാൻ തന്നെ, നരസിംഹവും ഞാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നരസിംഹമൂർത്തി നെറ്റിക്കണ്ണ് തുറന്ന് രാമനെ ഹനുമാന് കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണിവിടെ കാരഞ്ച നരസിംഹർക്ക് നെറ്റിയിൽ കണ്ണുള്ളത്. ശ്രീകോവിലിൽ കാരഞ്ച നരസിംഹസ്വാമിയുടെ ഇടത് കൈയിൽ വില്ലുണ്ടാവും, ശ്രീരാമന്റെ കയ്യിലും വില്ലുണ്ടാവും. അതിന്റെ അർത്ഥം ഞാൻ തന്നെയാണ് രാമൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. വലത് കൈയിൽ ശംഖുണ്ട്. ഇത് ഞാൻ തന്നെയാണ് വിഷ്ണു എന്നതിന്റെ സൂചനയാണ്. ഇവിടെ ഭഗവാന്റെ സ്വയംഭൂമൂർത്തിയും ഉത്സവമൂർത്തിയും മാത്രമാണ് ശ്രീകോവിലിലുള്ളത്. ഈ ക്ഷേത്രം നവഗ്രഹങ്ങളിൽ ചന്ദ്രന് പ്രാധാന്യമുള്ള സ്ഥലമാണ്. അഹോബിലത്തിൽ സ്ഥിതി ചെയ്യുന്ന 9 ക്ഷേത്രങ്ങളിലും സ്വയംഭൂ മൂർത്തികളാണെന്നാണ് പറയുന്നത്. സ്വയംഭൂ എന്നാൽ ആരാലും നിർമ്മിതമല്ലാതെ സ്വയം ഉണ്ടായത് എന്നാണ് അർത്ഥം. എന്നാൽ ഉഗ്ര നരസിംഹത്തിൻ്റെത്, അതായത് അഹോബില നരസിംഹത്തിൻ്റെതൊഴിച്ച് മറ്റു വിഗ്രഹങ്ങളെല്ലാം ദേവന്മാരാലും ഋഷിമാരാലും പ്രതിഷ്ഠിക്കപ്പെട്ടവയാണെന്നും പറയുന്നുണ്ട്. 9 ക്ഷേത്രങ്ങളിലും സ്വയംഭൂ മൂർത്തി എന്ന് വിശേഷിപ്പിക്കുന്ന പുരാതന വിഗ്രഹങ്ങളും പ്രതിഷ്ഠാമൂർത്തികളും ഉണ്ടാകും. 9 നരസിംഹ ക്ഷേത്രങ്ങളിൽ ഇനി ഭാർഗവ നരസിംഹ ക്ഷേത്രവും പാവന നരസിംഹ ക്ഷേത്രവുമാണ് സന്ദർശിക്കേണ്ടത്. ഈ ക്ഷേത്രങ്ങളിലേക്ക് ജീപ്പിലാണ് പോകേണ്ടത്. ഈ 2 ക്ഷേത്രങ്ങളിലേക്കും പോകുന്നതിന് ജീപ്പിന് 3000 രൂപയാണ് ചാർജ്. ഇതുകൂടാതെ 500 രൂപ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ടോൾ കൊടുക്കണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനോട് കൂടിയാണ് പാവന നരസിംഹ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. ജീപ്പ് യാത്രയിൽ ആദ്യം പോയത് ഭാർഗവ നരസിംഹ ക്ഷേത്രത്തിലേക്കായിരുന്നു. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകത്തേക്ക് കാടിനുള്ളിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജീപ്പ് ക്ഷേത്രത്തിന് ഏകദേശം 1/2 കിലോമീറ്റർ മുന്നിലായി നിർത്തും. അതിനുശേഷം അവിടെ നിന്നും നടന്നു വേണം ക്ഷേത്രത്തിനടുത്തേക്ക് എത്താൻ. പിന്നീട് 132 പടികൾ കയറിയാൽ ക്ഷേത്രത്തിലെത്താം. നവനരസിംഹസ്വാമി ക്ഷേത്രങ്ങളിൽ 6ാമത്തെ ക്ഷേത്രമാണിത്. ഭാർഗവരാമൻ, അതായത് പരശുരാമൻ നരസിംഹ ദർശനത്തിനായി തപസ് ചെയ്ത സ്ഥലമാണിവിടം. നവഗ്രഹങ്ങളിൽ സൂര്യന് പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. ഹിരണ്യകശിപുവിനെ വധിച്ച രൂപത്തിൽ ദർശനം നൽകണമെന്ന് ഭാർഗവരാമൻ ഭഗവാനോട് അപേക്ഷിച്ചു. എന്നാൽ അത്രയും കോപത്തോടെയുള്ള ഉഗ്രരൂപം താങ്ങാനാവില്ല എന്ന കാരണത്താൽ ഭഗവാൻ ഇവിടെ 4 കൈകളോടെ ഉഗ്രരൂപത്തിൽ ദർശനം നൽകി. 2 കൈകളിൽ ശംഖുചക്രവും 2 കൈകൾ ഹിരണ്യന്റെ ശരീരം കീറിമുറിക്കുന്ന തരത്തിലുമാണ് ഇവിടെ ഭഗവാന്റെ രൂപം. ഭഗവാന്റെ പാദങ്ങൾക്ക് സമീപം പ്രഹ്ലാദനെയും കാണാം. അഹോബില ഉഗ്ര നരസിംഹ ക്ഷേത്രത്തിൽ ഭഗവാൻ 8 കൈകളോട് കൂടിയാണ് ഹിരണ്യവധം നടത്തുന്നത്. ഭാർഗവ നരസിംഹ ക്ഷേത്രത്തിന് സമീപം അക്ഷയ തീർത്ഥം എന്ന തീർത്ഥക്കുളമുണ്ട്. അക്ഷയ പാത്രം പോലെ എത്ര വേനൽക്കാലമായാലും ഇവിടെ വെള്ളം വറ്റാറില്ലത്രേ. ചൂടുകാലങ്ങളിൽ പക്ഷികളും മറ്റു മൃഗങ്ങളുമൊക്കെ വെള്ളം കുടിക്കാനായി ഇവിടേക്ക് വരാറുണ്ട്. ഭാർഗവ നരസിംഹ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്ന് അടുത്തതായി പാവന നരസിംഹ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. പാവന നരസിംഹ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെയാണ് 500 രൂപ ടോൾ കൊടുക്കേണ്ടത്. നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഫോറസ്റ്റിനുള്ളിൽ പാലിക്കേണ്ട നിയമങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പാവന നരസിംഹ ക്ഷേത്രം റോഡിൽ നിന്നും ഏകദേശം 22 കിലോമീറ്റർ ദൂരത്തിൽ കൊടും വനത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും അകത്തേക്ക് ഓഫ് റോഡ് യാത്രയാണ് നടത്തേണ്ടത്. ഇവിടേക്ക് സാധാരണ എല്ലാ വാഹനങ്ങൾക്കും പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് എല്ലാവരും ജീപ്പ് യാത്ര തിരഞ്ഞെടുക്കുന്നത്.
വന്യജീവികൾ ഇറങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്ത് നേരെ വിരുട്ടുന്നതിന് മുൻപേ ഇവിടം സന്ദർശിച്ച് തിരിച്ചു വരണം. ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ കഠിനമായ ഒരു ജീപ്പ് യാത്ര നടത്തി വേണം പാവന നരസിംഹ ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടത്. മഴക്കാലം ആരംഭിച്ചാൽ ഇവിടേക്കുള്ള യാത്ര ഇനിയും ബുദ്ധിമുട്ടായിരിക്കും. വേനൽക്കാലമായതിനാൽ അങ്ങിങ്ങായി അടിക്കാടുകൾ തീപിടിച്ച് കരിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. മേലഹോബില ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും ഇത്തരം കാഴ്ചകൾ കാണാമായിരുന്നു. വേനൽക്കാലമാകുമ്പോൾ ആന്ധ്രയിൽ പല സ്ഥലങ്ങളിലും ഇതൊരു പതിവ് കാഴ്ചയാണ്. അങ്ങനെ കഠിനമായ ഒരു ജീപ്പ് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. നവനരസിംഹ ക്ഷേത്രങ്ങളിൽ 9ാമത്തെ ക്ഷേത്രമാണ് പാവന നരസിംഹ ക്ഷേത്രം. നവഗ്രഹങ്ങളിൽ ബുധന് പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. ഭരദ്വാജ മുനി ഗോഹത്യാദോഷം മാറുന്നതിനായി ഇവിടെ നരസിംഹസ്വാമിയെ തപസ് ചെയ്തിരുന്നു. തീവ്രമായ തപസ്സിനൊടുവിൽ നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെടുകയും പാപത്തിൽ നിന്നും വിമോചനം നൽകുകയും ചെയ്തു. പാപവിമോചനം നൽകുന്ന ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ സർവ്വ പാപങ്ങളും അകലുമെന്നാണ് വിശ്വാസം. മറ്റു വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ആട്, കോഴി എന്നിവയെ ബലി നൽകാറുണ്ട്. അതിന് ഒരു പ്രത്യേക കാരണവുമുണ്ട്. ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം വനാന്തരത്തിൽ ചുറ്റിത്തിരിഞ്ഞ നരസിംഹം സെഞ്ചുലക്ഷ്മി എന്ന ആദിവാസി പെൺകുട്ടിയെ കാണുകയും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഈ പ്രദേശത്തുള്ള ചെഞ്ചു എന്ന ട്രൈബൽ വിഭാഗത്തിലുള്ളതായിരുന്നു ആ പെൺകുട്ടി. യഥാർത്ഥത്തിൽ മഹാലക്ഷ്മിയുടെ മറ്റൊരു അവതാരമായിരുന്നു സെഞ്ചുലക്ഷ്മി. നരസിംഹത്തിന്റെ കോപം ശമിപ്പിക്കാൻ വേണ്ടി മഹാലക്ഷ്മി സെഞ്ചുലക്ഷ്മിയായി അവതരിക്കുകയായിരുന്നു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അവർ വേട്ടയാടുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അതൊന്നും ഭഗവാന് സെഞ്ചുലക്ഷ്മിയോടുള്ള ഇഷ്ടത്തിന് തടസ്സമായില്ല. തുടർന്ന് നരസിംഹമൂർത്തി സെഞ്ചുലക്ഷ്മിയെ വിവാഹം കഴിക്കുകയും ചെഞ്ചു വിഭാഗക്കാർ നരസിംഹത്തെ അവരുടെ മരുമകനാക്കുകയും ചെയ്തു. മാത്രവുമല്ല, ഇവിടത്തെ പാവന നരസിംഹമൂർത്തി അടുത്തുള്ള ഗ്രാമങ്ങളുടെ ഗ്രാമദേവത കൂടിയായി പൂജിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ അവരുടെ ആചാരപ്രകാരം മൃഗങ്ങളെ ബലി നൽകി അവരുടെ പ്രാർത്ഥനകൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ഇവിടെ മൃഗബലി നടക്കുന്നത്. ഈശ്വരൻ എല്ലാവർക്കും ഒന്നുപോലെ ആയതിനാൽ അവരുടെ ആചാരങ്ങൾക്ക് മഠാധിപതികൾക്കും എതിർപ്പൊന്നുമില്ല. പക്ഷേ മൃഗബലി നടത്തുന്നത് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന്റെ പുറത്താണ്. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാത്രി ചെഞ്ചു വിഭാഗക്കാർ ഇവിടെ വന്ന് തങ്ങി ശനിയാഴ്ച അവരുടെ ആചാരപ്രകാരമുള്ള പൂജകൾ പൂർത്തിയാക്കി മടങ്ങുകയാണ് പതിവ്. ആദ്യം ക്ഷേത്രത്തിൽ വന്ന് സ്വാമി ദർശനം നടത്തി പ്രദക്ഷിണം ചെയ്ത ശേഷം ഇവിടെ നിന്നും വെളിയിൽ കുറച്ച് ദൂരെയായി അവരുടെ ആചാരങ്ങളെല്ലാം പൂർത്തിയാക്കി അവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച ശേഷം അവിടെ നിന്നും മടങ്ങിപ്പോകുകയാണ് പതിവ്. നവനരസിംഹങ്ങളിൽ ശാന്ത സ്വരൂപിയായാണ് ഭഗവാൻ ഇവിടെ ദർശനം നൽകുന്നത്. സെഞ്ചുലക്ഷ്മിയെ മടിയിലിരുത്തി പ്രസന്ന ഭാവത്തിലിരിക്കുന്ന ഭഗവാന്റെ ശിരസിനു പിന്നിൽ 7 തലയോടെ ആദിശേഷനെയും പാദങ്ങൾക്ക് സമീപം ഭരദ്വാജ മുനിയെയും കാണാം. ഭഗവാനെ ഇവിടെ പാമുലേട്ടീസ് നരസിംഹസ്വാമി എന്നും അറിയപ്പെടുന്നു. പാവന നരസിംഹ ക്ഷേത്രത്തിന്റെ ഏകദേശം 1 കിലോമീറ്റർ ദൂരെയായാണ് സെഞ്ചുലക്ഷ്മി ഗുഹ സ്ഥിതി ചെയ്യുന്നത്. പാവന നരസിംഹസ്വാമി ക്ഷേത്ര ദർശനവും കഴിഞ്ഞതോടെ 9 നരസിംഹസ്വാമി ക്ഷേത്ര ദർശനങ്ങളും ഭഗവത് കൃപയാൽ ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. അഹോബിലത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ നഗരങ്ങൾ ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവയാണ്. ചെന്നൈയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്ററും ഹൈദരാബാദിൽ നിന്നും 363 കിലോമീറ്ററും ബംഗളൂരുവിൽ നിന്നും 320 കിലോമീറ്ററും ദൂരമുണ്ട് അഹോബിലത്തേക്ക്. തിരുപ്പതിയിൽ നിന്നും അഹോബിലത്തേക്ക് പോകാം. അവിടെ നിന്നും 260 കിലോമീറ്ററോളം ദൂരമുണ്ട്. അഹോബില ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനായി കുറഞ്ഞത് 2 ദിവസമെങ്കിലും വേണ്ടിവരും. ധൃതി പിടിച്ചുള്ള ക്ഷേത്ര സന്ദർശനം മനസ്സിനും ശരീരത്തിനും വേണ്ടത്ര ഉണർവ് നൽകിയെന്ന് വരില്ല. അഹോബിലത്തേക്കെന്ന് മാത്രമല്ല, ഏതൊരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും സമാധാനമായി കുറച്ചു സമയം അവിടെ ചിലവഴിക്കാൻ സാധിച്ചാൽ ക്ഷേത്ര സന്ദർശനത്തിന്റെ അർത്ഥം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. നൂറ്റിയെട്ട് വൈഷ്ണവ ദിവ്യദേശങ്ങളിൽ 97ാമത്തെ ദിവ്യദേശമാണ് അഹോബിലം. പൂർണ്ണമായും പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് അഹോബില യാത്ര. അഹോബിലത്തിൽ സ്ഥിതി ചെയ്യുന്ന നവനരസിംഹ ക്ഷേത്രങ്ങളെക്കുറിച്ചും ഓരോ ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അഹോബില യാത്ര നടത്തുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.